വെൽക്കം ടു ഏവിഷൻ അക്കാദമി. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് PSC മത്സര പരീക്ഷകളിലോ ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞ് വിവരമാണ്. ശ്രദ്ധിക്കുക, സാധാരണയായിട്ട് PSC മത്സര പരീക്ഷകളിൽ ഈ പ്രിപ്പോസിഷൻ എന്ന ഭാഗത്തിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫിക്സഡ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു മേഖല, അതായത് ചില വാക്കുകൾക്ക് ശേഷം ഇന്ന പ്രിപ്പോസിഷൻ തന്നെ നിർബന്ധമായും വരണമെന്നുണ്ട്. ഇന്ന് ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിലാദ്യം പരിചയപ്പെടുത്തുന്ന വാക്ക് മാരീഡ് എന്ന വാക്കാണ്. നമുക്കൊക്കെ എപ്പോഴും കേട്ട് സുപരിചിതമായ ഒരു പദമാണ് മാരീഡ് എന്നുള്ളത്. അപ്പോ ആദ്യത്തെ വാക്ക് പഠിച്ചു വെച്ചേക്കുക, മാരീഡ്. രണ്ടാമത്തെ പദം ഓബ്ജക്റ്റ് എന്നുള്ളതാണ്, ഓബ്ജക്റ്റ്. അപ്പോ മാരീഡ്, ഓബ്ജക്റ്റ്, രണ്ട് പദങ്ങളായില്ലേ. അപ്പൊ മൂന്നാമത്തെ വാക്ക് ഓർക്കുക, ഹോസ്റ്റൈൽ. നാലാമത്തെ വാക്ക് അഡിക്റ്റഡ്. സാധാരണ നിങ്ങൾ കേട്ട് തന്നെ പരിചയമുള്ള ഒരു വാക്കായിരിക്കും അഡിക്റ്റഡ് എന്നുള്ളത്. അഞ്ചാമത്തെ വാക്ക് നാച്ചുറൽ. അപ്പൊ ഈ നാച്ചുറൽ എന്ന വാക്കിന് ശേഷവും നമ്മൾ സാധാരണ ടു എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക. സ്വാഭാവികമായ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ നാച്ചുറൽ എന്ന വാക്കിനോടൊപ്പം ടു ചേർത്ത് ഉപയോഗിക്കുക. അപ്പോ ടു പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ പറ്റിയ 5 വാക്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഒന്നാമത്തേത് മാരീഡ്, രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഓബ്ജക്റ്റ്, മൂന്നാമത്തെ പദം ഹോസ്റ്റൈൽ, നാലാമത്തെ പദം അഡിക്റ്റഡ്, അഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് നാച്ചുറൽ. കഴിഞ്ഞില്ല, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 3 വാക്കുകൾ കൂടി പരിചയപ്പെടുത്തും. ഒന്ന്, ലോയൽ. ലോയൽ എന്ന വാക്കിന് ശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അപ്പൊ ലോയൽ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. ലോയൽ എന്ന വാക്കിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അക്കസ്റ്റംഡ് എന്ന വാക്കാണ്. അവസാനമായി ഒരു വാക്കുകൂടി പരിചയപ്പെടുത്തുന്നു, ലിമിറ്റഡ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ വാക്കുകൾ മറക്കരുത്. മാരീഡ്, ഓബ്ജക്റ്റ്, ഹോസ്റ്റൈൽ, അഡിക്റ്റഡ്, നാച്ചുറൽ. പിന്നെ 3 വാക്കുകൾ കൂടി പരിചയപ്പെടുത്തി, ലോയൽ, അക്കസ്റ്റംഡ്, ലിമിറ്റഡ്. മക്കളെ, നമ്മളെ ഈ പറഞ്ഞ ഇത്രയും വാക്കുകളുടെ ആദ്യാക്ഷരം ഒന്ന് ചേർത്തെടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പേരായി മോഹൻലാൽ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഓർത്തു വയ്ക്കും? നമ്മൾ മോഹൻലാലിനെ ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. മോഹൻലാൽ എന്ന വാക്കിനോടൊപ്പം നമ്മൾ ടു ചേർത്ത് ഉപയോഗിക്കും എന്നുള്ളത് എന്ത് സിമ്പിൾ ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റുമോ നോക്കിയേ. ഇനി ആ മോഹൻലാൽ എന്ന വാക്കിലൂടെ നമ്മൾ ഓരോ പദങ്ങൾ പഠിക്കുകയാണ്. എം എന്ന് വെച്ചാൽ എന്താ? മാരീഡ്. O എന്ന് വെച്ചാൽ എന്താ? ഓബ്ജക്റ്റ്. H എന്ന് വെച്ചാൽ എന്താ? ഹോസ്റ്റൈൽ. A എന്ന് വെച്ചാൽ എന്താ? അഡിക്റ്റഡ്. N എന്ന് വെച്ചാൽ എന്താ? നാച്ചുറൽ. L എന്ന് വെച്ചാൽ എന്താ? ലോയൽ. A എന്ന് വെച്ചാൽ എന്താ? അക്കസ്റ്റം. L എന്ന് വെച്ചാൽ എന്താ? ലിമിറ്റഡ്. അപ്പൊ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓർത്തു വയ്ക്കാം. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.